ഹലോ, ഞാൻ PC ശശികുമാർ. എല്ലാവർക്കും സിനിമാ കമ്പത്തിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മലയാളത്തിൻ്റെ മലയാളിയല്ലാത്ത പ്രിയപ്പെട്ട ഗായിക എസ് ജാനകി അന്തരിച്ചു. തലമുറകൾക്ക് ഓർക്കുവാൻ, ആസ്വദിക്കാൻ, കൂടെ പാടാൻ ആയിരക്കണക്കിന് പാട്ടുകൾ ബാക്കി വെച്ചുകൊണ്ടാണ് അവർ കടന്നു പോകുന്നത്. വിഖ്യാതരായ ഒരുപാട് പാട്ടുകാർ നമുക്കുണ്ട്, മനോഹരമായ അവരുടെ ഗാനങ്ങളും. എന്നാൽ എസ് ജാനകിയുടെ ഗാനങ്ങൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാകുന്നത് അതിൻ്റെ ആലാപനത്തിലുള്ള ഭാവവൈവിധ്യം കൊണ്ടാണ്. നാം ആസ്വദിക്കുന്ന പാട്ടുകളെല്ലാം തന്നെ കാതിനിമ്പമുള്ള ലയമാധുര്യമുള്ള പാട്ടുകളാണ്. എന്നാൽ എസ് ജാനകിയുടെ ഗാനങ്ങൾ അത് നമ്മുടെ കാതിലൂടെ കടന്ന് നമ്മുടെ ഹൃദയത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. അവിടെ വെച്ച് ചാലുകൾ കീറി രക്തധമനികളിലൂടെ നമ്മുടെ ശരീരമാകെ വ്യാപിച്ച് അവിടെ അലിഞ്ഞു ചേരുന്ന ഗാനങ്ങളാണ് അവയെല്ലാം തന്നെ. അങ്ങനെ തികച്ചും നമ്മെ കീഴടക്കുന്ന, നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു ഗാനാലാപന രീതിയായിരുന്നു എസ് ജാനകിയുടേത്. ഗാനാലാപന മാധുര്യം മാത്രമായിരുന്നില്ല ആ പാട്ടുകൾക്ക്, ഭാവസാന്ദ്രമായിരുന്നു അവയെല്ലാം തന്നെ. ഭാവവൈവിധ്യത്തിൻ്റെ കൊടുമുടികൾ താണ്ടിയ പാട്ടുകളായിരുന്നു അവയെല്ലാം തന്നെ. വിരഹവും വേദനയും കണ്ണീരും കഷ്ടപ്പാടും പുഞ്ചിരിയും പൊട്ടിച്ചിരിയും ഒറ്റപ്പെടലും ഏകാന്തതയും കഠിനമായ ശോകവുമെല്ലാം ഹൃദയത്തിലൂടെ കടന്നു വന്ന് നമ്മുടെ ശരീരത്തിലാകെ വ്യാപിച്ച് നമ്മയാകെ യുഗങ്ങളോളം കീഴ്പ്പെടുത്തിയ സ്വരഭാവ സാന്നിധ്യമായിരുന്നു എസ് ജാനകിയുടേത്. തൻ്റെ ആലാപനത്തിലൂടെ വിരഹവും വേദനയും ഒറ്റപ്പെടലുമെല്ലാം പ്രേക്ഷകനെ അനുഭവിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. എഴുത്തുകാർ അക്ഷരങ്ങളിലൂടെയും ആസംഗികർ വാക്കുകളിലൂടെയും ചിത്രകാരന്മാർ താൻ വരച്ച ചിത്രങ്ങളിലൂടെയെല്ലാം തന്നെ പ്രകടിപ്പിക്കുന്ന ഭാവ അനുഭവങ്ങളിൽ നിന്നും ഏറെ തീക്ഷ്ണമായിരുന്നു എസ് ജാനകി തൻ്റെ ആലാപനത്തിലൂടെ പ്രേക്ഷകനെ അനുഭവപ്പെടുത്തിയത്. അക്ഷരങ്ങൾക്കോ വാക്കുകൾക്കോ ഒന്നും തന്നെ എഴുതാനോ പറയാനോ കഴിയാത്ത തീക്ഷ്ണമായ സ്വരസൗന്ദര്യവും ഭാവതീവ്രതയും തൻ്റെ ആലാപനത്തിൽ വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഭാഷ എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ ആയിരുന്നില്ല. ഏകദേശം 20ലധികം ഭാഷകളിൽ 40,000-ഓളം ഗാനങ്ങൾ അവർ ആലപിച്ചിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്ത ഭാഷകളിൽ ആലപിക്കുമ്പോഴും ഭാഷ അവർക്ക് പ്രശ്നമാവാതിരിക്കാൻ ഒരു കാരണം ഒരുപക്ഷെ ആലാപനത്തിലെ ആഴമാർന്ന ഭാവസാന്നിധ്യം തന്നെയായിരിക്കും. ഒരു നിമിഷാർദ്ധ നേരം കൊണ്ട് കുട്ടിയായും വൃദ്ധയായും ചെറുപ്പക്കാരിയായും വൃദ്ധനായും എല്ലാം മാറാൻ കഴിവുള്ള ഒരു ഗന്ധർവ ഗായിക തന്നെയായിരുന്നു അവർ. ഏത് ശബ്ദത്തിലും ഭാവത്തിലും നിഷ്പ്രയാസം അനായാസം പാടാൻ കഴിവുള്ള എസ് ജാനകി. അവരുടെ ഗാനങ്ങൾ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നശിക്കാത്ത അമൂല്യ രത്നങ്ങൾ തന്നെയാണ്. അവൻ്റെ വികാരങ്ങളെ, ചിന്തകളെ, മോഹങ്ങളെ, പ്രതീക്ഷകളെ, നിരാശകളെ, ഏകാന്തതയെ എല്ലാം തന്നെ എസ് ജാനകി എത്രയോ മടങ്ങ് തീവ്രമായി അവനെ തൻ്റെ ആലാപന വൈഭവത്തിലൂടെ അനുഭവിപ്പിച്ചിട്ടുണ്ട്. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു എന്ന് അവർ പാടുമ്പോൾ അത് പ്രണയത്തിൻ്റെ, വേർപാടിൻ്റെ, കാത്തിരിപ്പിൻ്റെ ഭാവങ്ങൾ മാത്രമല്ല, പെൺകാമനകളും രതിഭാവങ്ങളും അതിൽ നിറയ്ക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നാദ എന്നും ആലൊച്ച കേൾക്കുവാൻ എന്നെല്ലാം പാടുമ്പോൾ ആ ഇടങ്ങളിലെല്ലാം അവർ കൊടുക്കുന്ന ചില സംഗതികൾ അത് ആ ഗാനത്തിനെ എത്രമാത്രം ഉയരത്തിലേക്കാണ് എത്തിക്കുന്നത്. ഈ ഗാനം മൂളാത്ത, മനസ്സിലെങ്കിലും ഓർമ്മ വരാത്ത ഏതെങ്കിലും ഒരു കാമുകനോ കാമുകിയോ ഉണ്ടായിരിക്കുമോ? പ്രണയിക്കുന്നവർക്ക് മാത്രമല്ല, പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പ്രണയമില്ലാത്തവർക്കുമെല്ലാം തന്നെ പ്രണയത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും വിരഹത്തിൻ്റെയും എല്ലാം തീവ്രമായ മാനസികാവസ്ഥകൾ ഈ ഗാനത്തിലൂടെ അനുഭവിപ്പിക്കാൻ എസ് ജാനകിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ മൗനമേ നിറയും മൗനമേ എന്ന ആ ഗാനം അത് അവർ നീട്ടിപ്പാടുമ്പോൾ ആ നിറഞ്ഞ മൗനത്തിൽ പറയാതെ പോയ വേദനയും നിരാശയും ഒറ്റപ്പെടലും കാത്തിരിപ്പുമെല്ലാം നമുക്ക് നിറയ്ക്കാൻ കഴിയുന്നിടത്താണ് ആ ഗാനം അനശ്വരമാകുന്നത്. അങ്ങനെ എത്രയെത്ര വ്യത്യസ്തങ്ങളായ ഭാവങ്ങൾ ഉൾക്കൊണ്ട ഗാനങ്ങൾ. എസ് ജാനകിക്ക് പാട്ട് പാടുമ്പോൾ പ്രായം ഒരു പ്രശ്നമേ ആയിരുന്നില്ല. കൊച്ചുകുട്ടിയുടെ ശബ്ദത്തിൽ പോലും അവർക്ക് പാടാൻ നിഷ്പ്രയാസം കഴിഞ്ഞിരുന്നു. തുമ്പി തുമ്പി തുള്ളാൻ വായോ, ചെമ്പകപ്പൂക്കൾ നുള്ളാൻ വായോ എന്ന് തുടങ്ങുന്ന അപരാധി എന്ന സിനിമയിലെ ആ ഗാനം ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയും സന്തോഷവും തുള്ളിച്ചാടലും എല്ലാം നിറച്ചു വെച്ച് ആ ഗാനം ജാനകി പാടുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനോട് തോന്നുന്ന വാത്സല്യം നമുക്ക് ആ പാട്ടിനോട് തോന്നുന്നില്ലേ? കുട്ടികളുടെ ശബ്ദത്തിൽ പാടാൻ കഴിയുന്ന
എസ് ജാനകിക്ക് അടുത്ത നിമിഷം തന്നെ അമ്മയുടെ മാതൃഭാവത്തിലേക്ക് മാറാനും നിഷ്പ്രയാസം കഴിഞ്ഞിരുന്നു. അമ്മിഞ്ഞപ്പാലിൻ്റെ മണമുള്ള ഒരുപാട് ഗാനങ്ങൾ എസ് ജാനകിയുടേതായി പുറത്തു വന്നിട്ടുണ്ട്. അവളുടെ രാവുകൾ എന്ന സിനിമയിലെ ഉണ്ണിരാരാരിരോ തങ്കമാരാരിരോ എന്ന് തുടങ്ങുന്ന ആ താരാട്ട് പാട്ട് ഒരുപക്ഷെ അതിനുശേഷം എത്ര അമ്മമാർ അവരുടെ കുഞ്ഞുങ്ങളെ ഈ പാട്ടിൻ്റെ ഈരടികൾ മൂളിക്കൊണ്ട് താരാട്ട് പാടിയിട്ടുണ്ടാവും. എത്ര തലമുറകൾ ഈ പാട്ട് കേട്ടുറങ്ങിയിട്ടുണ്ടാവും. ഇപ്പോഴും പ്രായഭേദമില്ലാതെ ഈ പാട്ട് കേൾക്കുമ്പോൾ അത് നമ്മെ ഒരു കുഞ്ഞാക്കി മാറ്റും. സ്വന്തം അമ്മ പാടിത്തരുന്ന ഒരു പാട്ടിൻ്റെ വാത്സല്യാനുഭവം ഏത് പ്രായത്തിലും ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് അനുഭവിക്കാനാവും. അതുപോലെ ആരാരോ ആരിരാരോ അച്ഛൻ്റെ മോളാരാരോ അമ്മയ്ക്ക് നീ തേനല്ലേ ആരിരവല്ലി പൂവല്ലേ, ഇത് മൂളാത്ത ഏതെങ്കിലും ഒരു മാതാപിതാക്കളുണ്ടാവും. അങ്ങനെ തലമുറകളുടെ താരാട്ട് ശബ്ദമായി എസ് ജാനകി എന്ന നമ്മുടെ ഗാനഗോകുലം ഇവിടെ മാറുകയാണ്. അതുപോലെ സന്ധ്യേ കണ്ണീരിലെന്തേ സന്ധ്യേ എന്ന് തുടങ്ങുന്ന ആ ഗാനം നമ്മെ മറ്റേതോ ഒരു ലോകത്തിലേക്ക് എത്തിക്കുന്നില്ലേ? ഒരു വേർപാടിൻ്റെ ലോകത്തിലേക്ക്. അദൃശ്യമായ ഒരു വേർപാടിൻ്റെ വേദന ആ ആലാപനത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തോ ഒന്ന് നഷ്ടപ്പെടാൻ പോകുന്നതിൻ്റെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതിൻ്റെ ഒരിക്കലും തിരിച്ചു വരാതെ കടന്നു പോകുന്നതിൻ്റെ എല്ലാം കഠിനമായ വേദന അത് കേൾക്കുന്ന പ്രേക്ഷകനെല്ലാം ഈ ഗാനം നിറയ്ക്കുന്നുണ്ട്. കേശാദിപാദം തൊഴുന്നേൻ എന്ന് തുടങ്ങുന്ന ആ ഗാനം ദൈവത്തിൻ്റെ മുന്നിൽ സർവ്വം സമർപ്പിക്കുന്ന ഭക്തിയുടെ ഒരു തീഷ്ണത നമ്മളിലേക്ക് എത്തിക്കാൻ ആ ഗാനത്തിന് കഴിയുന്നുണ്ട്. ഇങ്ങനെയുള്ള 10,000-കണക്കിന് ഗാനങ്ങൾ എസ് ജാനകി പാടിയിട്ടുണ്ട്. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ പി ഭാസ്കരനെ അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ കാണാൻ എസ് ജാനകി ചെന്നു. പി ഭാസ്കരൻ്റെ 100 കണക്കിന് പാട്ടുകൾ എസ് ജാനകി പാടിയിട്ടുണ്ട്. എന്നാൽ അവസാന നാളുകളിൽ ഭാസ്കരൻ മാസ്റ്റർക്ക് അൾസിമേഴ്സ് ബാധിച്ച് ആൾക്കാരെ തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല. തനിക്ക് ഒരുപാട് ഗാനങ്ങൾ തന്ന ഭാസ്കരൻ മാസ്റ്ററുടെ അടുത്ത് ജാനകിയമ്മ ഇരുന്നു. താൻ ജാനകിയാണ് എന്ന് പരിചയപ്പെടുത്തിയിട്ടും അദ്ദേഹത്തിന് തന്നെ മനസ്സിലായില്ല എന്ന് എസ് ജാനകി വേദനയോടെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ പാട്ടുകളിൽ ചിലത് ജാനകി അവിടെ വെച്ച് പാടിയപ്പോൾ ആ പാട്ടുകളെല്ലാം അദ്ദേഹം വളരെ ആസ്വദിച്ചു. അതിനുശേഷം ജാനകിയോട് അദ്ദേഹം ചോദിച്ചു, ഈ പാട്ടുകളെല്ലാം എഴുതിയതാരാണ്? ആ പാട്ടുകൾ പാടിയ ജാനകിയെയും എഴുതിയ തന്നെയും മറന്നുപോയെങ്കിലും ഭാസ്കരൻ മാഷയുടെ ഓർമ്മയിൽ ആ പാട്ടുകൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. എസ് ജാനകിയുടെ പാട്ടുകൾ അനശ്വരമാണ്, കാലാതീതമാണ്. എത്ര കാലം കടന്നുപോയാലും അവർ പാടിയ പാട്ടുകൾ മലയാളി ഉള്ള കാലത്തോളം ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. കാരണം അവൻ്റെ വികാരങ്ങളെ, ചിന്തകളെ, മോഹങ്ങളെ, പ്രതീക്ഷകളെ, നിരാശകളെയെല്ലാം അത്ര ശക്തമായി അവനെ അനുഭവിപ്പിക്കാൻ മറ്റൊന്നിനും കഴിയില്ല ആ പാട്ടുകൾക്കല്ലാതെ. ഭാവതീവ്രതയുടെ രാജ്ഞിയായ എസ് ജാനകിയെ കാലാന്തരത്തിൽ ഒരുപക്ഷെ മറന്നുപോയാലും അവർ പാടിയ പാട്ടുകൾ തലമുറകൾ കൈമാറി ഈ അന്തരീക്ഷത്തിൽ നിലനിൽക്കുക തന്നെ ചെയ്യും. അതിലെല്ലാം ഒരു ഭാവസാമ്രാജ്യം അലിയിച്ചു ചേർത്തിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട എസ് ജാനകി എന്ന ജാനകി അമ്മ. അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ സിനിമാ കമ്പം ആദരവുകൾ അർപ്പിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും സിനിമാ കമ്പത്തിൻ്റെ നമസ്കാരം.